റീസെന്റ് ആയിട്ട് നമുക്ക് ഷൈൻ ടോം ചാക്കോ വിൻസി ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് മാലാ പാർവതി നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു പരാമർശം, ബ്ലൗസ് ഒന്ന് ഇതാക്കുമ്പോഴേക്കും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കിടന്നിട്ട് വികാരഭരിതരാവുന്നത്. മേ ബി സെക്ഷുവലി നമ്മളെ ഒരാൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വരുമ്പോൾ മേ ബി മാലാ പാർവതിക്ക് അത് ഓക്കെ ആയിരിക്കാം, പക്ഷെ അത് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അങ്ങനെയല്ല. മുമ്പ് എനിക്കെതിരെ ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ടായിരുന്നു വേറൊരു. അതെന്തായിരുന്നു? അതിപ്പോ ആ ലേഡിയുടെ സ്ഥിര സ്വഭാവം, മാനസിക രോഗം നമുക്ക് മാറ്റാനൊന്നും മാറ്റത്തില്ല. സിനിമയിലാണ് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ കോൾ ചെയ്യും. അപ്പോൾ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്കൊരു പോയിന്റ് ഓഫ് ഡൗട്ട് ഒരു സമയത്ത് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കോളുകൾ വരുമ്പോൾ എനിക്ക് ഭയങ്കര അരോചകമായി ഫീൽ ആകാറുണ്ട്. നാദിറ എന്ന് പറയുന്ന ഫ്രണ്ടാണല്ലോ, ആളുടെ മൂവി ഇപ്പോൾ മരണമാസമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു മൂവി GCC കൺട്രീസിൽ നിരോധിച്ചത്. നാളെ ഒരു പക്ഷേ ശ്രുതിയുടെ മൂവി ഇറങ്ങുന്ന സമയത്ത് ഇതുപോലെ ഇമ്പാക്റ്റ് ഉണ്ടായ ശ്രുതി എങ്ങനെ നേരിടും അതിനെ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു ഭാവനയുടെ കട്ടുണ്ടെന്നൊക്കെ? ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇതായിരിക്കും, പൊങ്കാലയായിരിക്കും. ഹായ് ഹലോ, പെയിൻ സ്റ്റെപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു ആർട്ടിസ്റ്റ് ആണ്, മോഡലാണ്. ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സോ ലെറ്റ്സ് വെൽക്കം ശ്രുതി സിത്താര. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്, പുതിയൊരു മൂവി വരുന്നുണ്ട്, ക്രൗൺ സ്റ്റാർസ് എൻ്റർടൈൻമെൻറ്റിൻ്റെ. സുഭാഷ് ചേട്ടനാണ് ഡയറക്ഷൻ, ശ്രീനാഥ് ബാസി ആക്ടർ. അതിൽ ചെറിയൊരു റോൾ ചെയ്യുന്നുണ്ട്. പിന്നെ റീസെൻ്റ്ലി CMൻ്റെ ഒരു സ്റ്റേറ്റ് ഹോണർ കിട്ടി. ഇതൊക്കെ തന്നെയാണ് പുതിയ വിശേഷം. എന്തിനാ കിട്ടിയത്? ഹോണർ കിട്ടിയത് നമ്മുടെ അതിൻ്റെ അച്ചീവ്മെൻറ്റിനാണ്. മിസ് ട്രാൻസ് ഗ്ലോബൽ 2021 അച്ചീവ് ചെയ്തതിന്. അതെനിക്ക് തോന്നുന്നു 15 വിവിധ മേഖലകളിലുള്ള ആർട്ടിസ്റ്റുകൾക്ക് അവാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരാളായി ആയതിൽ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഓക്കെ, കുറച്ച് കാലമായിട്ട് ലൈം ലൈറ്റിലൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. ശ്രുതി എവിടെയായിരുന്നു? ഞാൻ കുറച്ച് നാളായിട്ട് അങ്ങനെ മീഡിയാസിലൊന്നും വരാതിരുന്നതിന് കാരണം ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. ബാംഗ്ലൂർ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അതുകൊണ്ട് ബാംഗ്ലൂർ ആയതുകൊണ്ട് ഇവിടെ കൊച്ചിയിലേക്ക് അധികം എപ്പോഴും വരാറില്ല. പിന്നെ റീസെൻ്റ്ലി വന്നത് ഈ മൂവി ഷൂട്ടിന് അനുബന്ധിച്ചാണ്. ഓക്കെ, ഇപ്പം വേറെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല, ഈ ഒരു സിനിമ കഴിഞ്ഞതേ ഉള്ളൂ. ബാക്കിയൊക്കെ ഡിസ്കഷനിലുണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ ഒന്നും കൺഫേം ആയിട്ടില്ല. സോ ഈ ഒരു വലിയ അച്ചീവ്മെന്റ് ഇത്രയും ഇതായിട്ട് മേടിച്ചു. സോ ഈ ഒരു ജേർണി ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു തുടക്കം മുതൽ? ഡിഫിക്കൽട്ട് തന്നെയാണ്. ഇപ്പോൾ എല്ലാവരുടെയും ജേർണി ഡിഫിക്കൽട്ടി ആണല്ലോ. ഇപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡേഴ്സ്, എല്ലാ വ്യക്തികളും കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിച്ച് തന്നെയാണ് സക്സസ്സിലേക്ക് എത്തുന്നത്. അതുപോലെ എൻ്റെ ജീവിതവും ഭയങ്കര കഷ്ടപ്പാടും ദുരിതം നിറഞ്ഞതായിരുന്നു. ബട്ട് ഫൈനലി ഒരു സക്സസ് ഉണ്ടാകുന്നത് നമ്മൾക്ക് എല്ലാവർക്കും ഒരേപോലെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഓക്കെ, സർജറി ഇതെല്ലാം കഴിഞ്ഞോ? സർജറീസ് എല്ലാം എനിക്ക് തോന്നുന്നൊരു 4-5 വർഷം മുമ്പ് കഴിഞ്ഞതാണ്. ഓക്കെ, ഇപ്പം പൊതുവെ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഈ സർജറി എന്ന് പറയുന്നത് എന്തോ ഒരു ഇതുകൊണ്ട് ആൾക്കാർ നടത്തുന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ടോക്ക് കാര്യങ്ങളൊക്കെ ശ്രുതി കേൾക്കാറുണ്ടല്ലോ. അപ്പൊ അതിനെ പറ്റി എന്താണ് ശ്രുതി? സർജറി എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു ഓപ്ഷൻ ആണ്. അതായത് നമ്മൾ ബോഡി ശാരീരികമായിട്ട് ഒരു സ്ത്രീ ആയിട്ട് മാറാനായിട്ട് നടത്തുന്ന ഒരു സാധനമാണ് സർജറി. അത് തികച്ചും ഓപ്ഷണലാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ട എന്നുള്ളൊരു ചോയ്സാണ്. ഈ ആളുകൾക്ക് പറയാനായിട്ടും ഭയങ്കര പെയിന്, ഇത് പെയിൻഫുൾ ആണ്. ഓഫ് കോഴ്സ് എല്ലാ സർജറിയും പോലെ പെയിൻഫുൾ, അത്രേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഈ ഇൻ്റർവ്യൂസൊക്കെ കൊടുക്കാൻ നേരത്തെ ആളുകൾ പറയുന്നത് ഏറ്റവും പെയിൻഫുൾ സർജറി SRS സർജറി ആണെന്നുള്ള രീതിയിലാണ്. അങ്ങനെയല്ല. ഇപ്പോൾ ഭയങ്കര വലിയ ഹാർട്ടിൻ്റെയും ബ്രെയിനിൻ്റെയൊക്കെ സർജറീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ ഇതൊന്നും ഒന്നുമല്ല. പിന്നെ ഈ വേദന അതിനെപ്പറ്റി പറയാൻ നേരത്ത്, ഞാനൊരു മൈഗ്രെയിൻ പേഷ്യൻ്റാണ്. മൈഗ്രെയിൻ പേഷ്യൻസിന് മാത്രം മനസ്സിലാകുന്ന കാര്യമാണ് മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്ക് എന്തോരം വേദന അനുഭവിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ സംടൈംസൊക്കെ എനിക്ക് ഈ ഒരു സൈഡ് ഒന്നും കാണാൻ പറ്റത്തില്ല. വന്നു കഴിഞ്ഞാൽ ഒരു 3 ദിവസം ബെഡിലായിരിക്കും. പിന്നെ 4ാമത്തെ ദിവസം എഴുന്നേക്കാൻ പറ്റത്തുള്ളൂ. ഡെയിലി മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. സൺലൈറ്റ് കണ്ട പ്രശ്നം, കുളിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം പ്രശ്നം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മൈഗ്രെയിൻ പേഷ്യൻസിന്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലൈഫിൽ ഏറ്റവും വലിയ പെയിൻ എന്ന് പറയുന്നത് മൈഗ്രെയിൻ്റെ പെയിനാണ്. അത് വെച്ച് നോക്കാൻ നേരത്തെ ഈ സർജറിയൊക്കെ അതിൻ്റെ ഒരു 100-ൽ 1 മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം ആളുകൾ എന്തെങ്കിലും കളിയാക്കിയോ അങ്ങനെയൊക്കെ വരാറുണ്ടോ ശ്രുതിയുടെ അടുത്ത്? ഇല്ല, അതൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പല്ലേ അങ്ങനത്തെ ഇതൊക്കെ. ഇപ്പം അങ്ങനെയൊന്നും കളിയാക്കൽ കാര്യങ്ങളില്ല. പക്ഷെ പേർപ്പസ്ലി ബുള്ളിങ് ചെയ്യുന്നതുണ്ട് സോഷ്യൽ മീഡിയയിലും. ഭയങ്കരമായിട്ട് പേർപ്പസ്ഫുള്ളി ബുള്ളിങ് ചെയ്യുന്ന അതിപ്പോൾ ട്രാൻസ് വ്യക്തികൾ മാത്രമല്ല, ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന എല്ലാവരും ഈ ഒരു സംഭവം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ശ്രുതി തന്നെ സോഷ്യൽ മീഡിയയിൽ നേരിടുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സോ നെഗറ്റീവ് കമൻസ് ഒക്കെ വരാറുണ്ട് എപ്പോഴും? ഡെഫിനറ്റ്ലി അതേ വരാറുള്ളൂ.
എങ്ങനെയാണ് ശ്രുതി അതിനെ നേരിടുന്നത്? അല്ല, ഇപ്പോൾ നെഗറ്റീവ് കമൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എത്ര വലിയ സ്റ്റാർസ് ആണെങ്കിലും അത് ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ലാലേട്ടൻ, മമ്മൂക്ക, അവരുടെ പോസ്റ്റിൻ്റെ അടിയിൽ പോലും നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ട്. അത് കൂടുതലും സ്റ്റാർ വാഴ്സ് ആയിരിക്കും. എന്നാലും അവർ കമൻറ്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു സെറ്റ് ഓഫ് നെഗറ്റീവ് കമൻറ്റ്സ് കാണാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും ദർ വിൽ ബി പീപ്പിൾ ഹു ഓൾവേസ് ക്രിറ്റിസൈസ് യു ആൻഡ് ദർ വിൽ ബി പീപ്പിൾ ഹു ലവ് യു. അപ്പോൾ അവരെ കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു തിയറി. പിന്നെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ബുള്ളിങ് നടക്കുന്നത് ഒരു ചെറിയൊരു വിഭാഗമുണ്ട് ഇതിനെപ്പറ്റി ഒന്നും അറിയാൻ മേലാത്ത ആൾക്കാർ. അപ്പോൾ അവർക്കെതിരെ നമുക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് യാതൊരുവിധ നടപടിയും ഇല്ല എന്നുള്ളതാണ്. ഇനി വലിയൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി എല്ലാം അറിയാവുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ക്യൂർ വ്യക്തികളെ ബുള്ളിങ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ദി നോ എവറിത്തിങ്. അവർക്കൊന്നും അറിയാൻ മേലാഞ്ഞിട്ടല്ല, അവർക്ക് ഈ സയൻറ്റിഫിക് വശങ്ങളും എല്ലാം അറിയാം. അവരറിഞ്ഞുകൊണ്ട് ഇത് പറയുന്നതാണ്. ദി നോ എവറിത്തിങ്. ദ തിങ് ഈസ് അവർ ഇത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് മനസ്സ് കാണിക്കുന്നില്ല. അവരുടെ പ്രിജഡിസ് മൈൻഡ് ഇതിനെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അവർ വാദിച്ചുകൊണ്ടിരിക്കും ഓൺലി 2 ജെൻഡേഴ്സേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കുള്ള എല്ലാം മാനസിക രോഗികളാണ് എന്നുള്ളതൊക്കെ വരുത്തി തീർക്കാനായിട്ട് അവർ ഭയങ്കരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടം ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളൊരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആൾക്കാരാണ് ഇതിന് കൊടി പിടിച്ച് നടക്കുന്നത്. അതിലെല്ലാവരും അല്ല, അതിൽ ചെറിയൊരു വിഭാഗം മാത്രം. എന്ന് പറയാൻ നേരത്തെ ഈ മതം ഭയങ്കര തലയ്ക്ക് പിടിച്ച് മതമാണ് എല്ലാം എന്ന് വാദിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഇവരാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ബുള്ളിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിശ്വാസികളോ വിശ്വാസമില്ലാത്തവരോ അല്ല. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ആ കമ്മ്യൂണിറ്റിയിലുള്ള. ഈ അന്ധമായ വിശ്വാസമുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്. അവരാണ് എനിക്ക് ഒരു 3 വർഷമായിട്ട് ഞാനിതിൻ്റെ പിന്നാലെ നടക്കുന്നതാണ്, റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഫീൽ ആയിട്ടുള്ള കാര്യമാണ് അതാണ് ഈ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി. അത് പേര് പറയാത്തത് ഞാനിനി മതസ്പർദ്ധ ഉണ്ടാക്കിയെന്ന് പറയും, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. ബട്ട് ഡെഫിനറ്റ്ലി അത് കേൾക്കുമ്പോൾ മനസ്സിലാവും, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു സത്യമാണിത്. ഈ ഒരു വിഭാഗത്തിലെ ആളുകൾ നിരന്തരം നമ്മളെ സൈബർ ബുള്ളിങ്, ടോർച്ചറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ഇവരിങ്ങനെ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിങ്ങനെ തെറിയിടാൻ നേരത്തെ ഇവർ ഈ ചെയ്യുന്ന ഈ മതവും ആചാരവും തമ്മിൽ എവിടെയാണ് അതിന് റെസ്പെക്റ്റ് ഇരിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ഇതിനൊക്കെ ഒരു പ്രതിവിധി ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം CMൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുത്തത്. അപ്പോൾ അവിടെ AMMയുടെ മെമ്പറായിട്ടുള്ള അൻസിബ ഹാസൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ചോദിച്ചൊരു ചോദ്യമുണ്ട്, സോഷ്യൽ മീഡിയയിൽ സൈബർ അറ്റാക്കിങ് നിരന്തരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇതിന് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിവിധി ഉണ്ടാക്കണം എന്നുള്ളൊരു കാര്യം ഉന്നയിച്ചിരുന്നു. അപ്പോൾ അത്രയും വലിയ വലിയ ആർട്ടിസ്റ്റുകൾ പോലും ഇങ്ങനെ ഇതിനെതിരായിട്ട് അവർക്ക് ചെയ്യാനായിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് അവർക്ക് അതിനെ പ്രതികരിക്കാനായിട്ട് വേറെ മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ അത്രയും വലിയൊരു വേദിയിൽ ആ ഒരു പ്രശ്നം ഉന്നയിച്ചത്. അപ്പോൾ എല്ലാ തലത്തിലുമുള്ള ആളുകൾ ഫേസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഫെയിമിൽ നിൽക്കുന്ന എല്ലാവരും തന്നെ ഫേസ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഇതിനൊരു പ്രോപ്പറായിട്ടുള്ള സൊല്യൂഷൻ ഇപ്പോഴും നിലവിലില്ല എന്നുള്ളതാണ്. ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് നാദിറ എന്ന് പറയുന്ന ഫ്രണ്ടാണല്ലോ, ആളുടെ മൂവി ഇപ്പോൾ മരണമാസമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു മൂവി GCC കൺട്രീസിൽ നിരോധിച്ചത്. അപ്പം അങ്ങനെ സൗദിയിൽ മാത്രം, സൗദിയിൽ നിരോധിച്ചു. കുവൈറ്റിൽ ആളുടെ പോഷൻ കട്ട് ചെയ്തിട്ട് അതും ഇതിൻ്റെ ഒക്കെ ഒരു എക്സ്റ്റൻഷനാണ് ഞാൻ പറഞ്ഞതിൻ്റെ എക്സ്റ്റൻഷൻ. ഈ സൗദിയിൽ ഒരു 35 വർഷത്തോളം സിനിമ തിയേറ്ററുകളോ അല്ലെങ്കിൽ സിനിമാ പ്രദർശനമോ ഇല്ലായിരുന്നു. 35 വർഷത്തിൻ്റെ ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് അവിടെ 2018 തിയേറ്ററുകൾ വന്നത്. അപ്പോൾ 18 മുതലാണ് സൗദിയിൽ സിനിമ കാണിക്കാനായിട്ട് തുടങ്ങിയത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ 18 മുമ്പ് ഇറങ്ങിയിട്ടുള്ള മലയാള സിനിമകൾ 13 ദൃശ്യമൊക്കെ 100 കോടി കളക്ഷൻ നേടിയത് സൗദിയിൽ പ്രദർശിപ്പിച്ചിട്ടൊന്നുമല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ സിനിമകൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻകമാണ് ഏറ്റവും കൂടുതൽ ജനറേറ്റ് ആകുന്നത് എന്നുള്ളതാണ്. ഒരു 80%. ബാക്കി 20% മറ്റ് എബ്രോഡ് ഇൻകം വരുന്നത്. അതിലൊരു ശതമാനം മാത്രമായിരിക്കും ഈ പറയുന്ന സൗദിയുടെ. അത് ഡെഫിനറ്റ്ലി പ്രൊഡക്ഷനെയും ഡിസ്ട്രിബ്യൂഷനെയും സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമായിരിക്കും. പക്ഷേ അതിനവർ ഏതെങ്കിലും രീതിയിൽ കോമ്പൻസേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഈ രാജ്യങ്ങൾ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് ഭയങ്കര എന്താ പറയുക, ഒരു കലാസൃഷ്ടിക്ക് ഒരു റെസ്പെക്റ്റ് കൊടുക്കാത്തതാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഈ കലാകാരന്മാരായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നാളെ ഒരു പക്ഷേ ശ്രുതിയുടെ മൂവി ഇറങ്ങുന്ന സമയത്ത് ഇതുപോലെ ഇമ്പാക്റ്റ് ഉണ്ടായ ശ്രുതി എങ്ങനെ നേരിടും അതിനെ? അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ആ കൺട്രിക്ക് അതിൻ്റേതായിട്ടുള്ള
ലീഗൽ ഫ്രെയിം വർക്ക് ഉണ്ട്. അതിൽ പോയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനോ നമുക്ക് അവിടെ നമ്മുടെ അഭിപ്രായം ഇങ്ങനെയാണ് എന്നുള്ളത് പറയാം. ഇതിങ്ങനെയാണ്, ഇതിൽ അൺഫെയർ ആണ് എന്ന് പറയാൻ വേണ്ടി മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് നമുക്ക് സമാധാനം ചെയ്യാനോ അവിടെ പ്രദർശിപ്പിച്ചെടുക്കാനോ ഒന്നും പറ്റത്തൊന്നുമില്ല. ഓക്കെ, ഈ മൂവി ഫീൽഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പം റീസെൻ്റായിട്ട് നമുക്ക് ഷൈൻ ടോം ചാക്കോ വിൻസി ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് മാലാ പാർവതി നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു പരാമർശം, അതായത് ഇപ്പം ഒരു ചെറിയൊരു ഇത് വരുമ്പോഴേക്കും അല്ലെ ബ്ലൗസ് ഒന്ന് ഇതാക്കുമ്പോഴേക്കും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കിടന്നിട്ട് വികാരഭരിതരാവുന്നത്, അത് മൈൻഡ് ചെയ്യേണ്ടെന്നുള്ളൊരു രീതിയിലുള്ളൊരു ടോക്കൊക്കെ വന്നിട്ടുണ്ട്. അയ്യോ, അത് എനിക്ക് ഭയങ്കര ഒരു വിയേർഡ് ഫീല് തോന്നി മാലാപാർവതിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ. മേ ബി സെക്ഷുവലി നമ്മളെ ഒരാൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വരുമ്പോൾ മേ ബി മാലാപാർവതിക്ക് അത് ഓക്കെ ആയിരിക്കാം, പക്ഷേ അത് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അങ്ങനെയല്ല. ഡെഫിനറ്റ്ലി നമുക്ക് ഡിസ്കംഫോർട്ട് ആവുന്നത് നമ്മൾ ഉന്നയിക്കുക തന്നെ വേണം. അതൊരു പ്രശ്നം തന്നെയാണ്. മാലാ പാർവതി സ്ഥിരം ഇങ്ങനെയുള്ള ലേഡിയാണെന്ന് എനിക്ക് തോന്നുന്നു. മുമ്പ് എനിക്കെതിരെ ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ടായിരുന്നു. വേറൊരു അതെന്തായിരുന്നു? എന്താ, എനിക്ക് കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ ചിലപ്പോൾ കിടന്നോടത്തോട്ടൊക്കെ കയറുമായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു ഇതുണ്ടായിരുന്നു. അതിപ്പോൾ ആ ലേഡിയുടെ സ്ഥിര സ്വഭാവം, മാനസികരൊക്കെ നമുക്ക് മാറ്റാനൊന്നും മാറ്റത്തില്ല. നമുക്ക് ഒരു സഹപ്രവർത്തകയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ കൂടെ നിൽക്കണം എന്നുള്ളതാണ്. അത് അതിനങ്ങനെ ലഘൂകരിച്ച് കളയണം എന്നൊക്കെ പറയുന്നത് അതിനോട് തികച്ചും വിയോജിപ്പ് മാത്രം. അപ്പം അതിനെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ ഇതാക്കാനൊന്നും ആരും ഇല്ല നമ്മുടെ സൊസൈറ്റിയിൽ. അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത് അല്ലേ? യെസ്, കൊടുത്താലും ഇതിപ്പോൾ പ്രോപ്പറായിട്ട് നമ്മളിപ്പോൾ കയറി ഇറങ്ങി നടക്കണമല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് ആൾക്കാർ അതിന് മടിക്കും എന്നുള്ളതാണ്. പിന്നെ ഒരു പരിധി വരെ ഈ കമൻസ് വരുമ്പോഴും ഒക്കെ നമ്മൾ കണ്ണടയ്ക്കും. ചിലതൊക്കെ കോമഡി മൈൻഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചങ്ങ് വിടും. ചിലതൊക്കെ ഭയങ്കര നമ്മുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കമൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിന് എതിരെ നമ്മൾ ലീഗലി മുന്നോട്ട് പോകണമെന്നൊക്കെ തോന്നും. പക്ഷേ എന്നാലും നമുക്ക് കുറേ ഒരു പോയിന്റ് ഓഫ് ടൈം കഴിയാൻ നേരത്ത് നമുക്ക് അതിൻ്റെ പുറകെ നടന്ന് ഞാൻ അങ്ങനെ പുറകെ നടന്നിട്ടുള്ള ഒരാളാണ് കേട്ടോ. കുറേ കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പാകും. അപ്പം ശ്രുതി എന്തുകൊണ്ടാണ് ആ കമ്മ്യൂണിറ്റിയുടെ പേര് പറയാൻ വേണ്ടി പേടിക്കുന്നത്? ആ കമ്മ്യൂണിറ്റിക്ക് ഇവിടെ എന്തെങ്കിലും ഹോൾഡ് ഉണ്ടെന്നൊരു തോന്നലുണ്ടോ? പേടിയല്ല, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മതസ്പർദ്ധ വരുത്തും എന്നുള്ളത് സോഷ്യൽ മീഡിയ വരുത്തി തീർക്കും. എനിക്കറിയാം സോഷ്യൽ മീഡിയ ഒരു പാറ്റേൺ എന്താണെന്നുള്ളത്, അതുകൊണ്ട് പറയാത്തതാണ്. പിന്നെ പറയാതെ തന്നെ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഏതാണ്. അവർ മൈനോറിറ്റി ആണെന്ന് അവർ തന്നെ സ്വയം വാദിക്കുന്നൊരു കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ അവരുടെ എന്ന് പറയാൻ നേരത്ത് അതിലൊരു ചെറിയൊരു കൂട്ടം ആൾക്കാരുടെ മാത്രം കേട്ടോ. ഞാനൊരു മെജോറിറ്റിനെ അല്ല ഞാൻ പറയുന്നത്, ജനറലൈസ് ചെയ്തു അല്ല പറയുന്നത്. ഒരു കൂട്ടം ഈ മതവുമായി ബന്ധപ്പെട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നടക്കുന്ന ആൾക്കാർ മാത്രമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഒരു കമ്മ്യൂണിറ്റി മാത്രം എടുത്തു പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച ചില കമന്റുകളിൽ വേറെയും മതത്തിലെ ആളുകളും കമന്റ് ഉണ്ട്. മറ്റു മതത്തിലുള്ള മറ്റു കമ്മ്യൂണിറ്റികളിലുള്ള ആൾക്കാർ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ മെജോറിറ്റി അതിൻ്റെ അകത്ത് ഈ പറയുന്ന ഒരു പ്രത്യേക വിഭാഗക്കാരാണ് എന്നുള്ളതാണ്. അതിന് അവർ ഉന്നയിക്കുന്നത് അവരുടെ മതപ്രകാരം 2 ജെൻഡേഴ്സേ ഉള്ളൂ, മറ്റു ജെൻഡേഴ്സിനെ ഒന്നും വൈവിധ്യങ്ങളെ ഒന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അത് എനിക്കറിയത്തില്ല, ഏതെങ്കിലും മതഗ്രന്ഥത്തിലോ ഇങ്ങനെ മനുഷ്യനായി കാണരുത് എന്നൊക്കെ പറയുമോ എന്ന് എനിക്കറിയത്തില്ല. ഡെഫിനറ്റ്ലി അങ്ങനെയൊന്നും ഒരു മതത്തിലും പറഞ്ഞിട്ടില്ല, എസ്പെഷ്യലി ആ മതത്തിൽ പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഈ മതവുമായി ബന്ധപ്പെട്ട് അതിനെ ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന ആളുകൾ ഉണ്ടാക്കുന്നതാണ് ഈ ഒരു അലിഖിത നിയമങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ കമന്റുകളൊക്കെ വരുമ്പം ശ്രുതിക്ക് അത് പേഴ്സണൽ ലൈഫിനെ അഫക്റ്റ് ചെയ്യാറുണ്ടോ? ശ്രുതി അത് പേഴ്സണലി വിഷമിച്ചിരിക്കാറുണ്ടോ? എനിക്ക് പേഴ്സണലി വിഷമമാകാറുണ്ട്. കാരണം ഞാൻ ഭയങ്കര ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ഒരു പരിധി വരെയൊക്കെ ഓക്കെ കാണുന്നില്ല എന്ന് വിചാരിക്കാം. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ലിമിറ്റ് കിടക്കുമ്പോൾ അതിപ്പോൾ ഏതൊരു വ്യക്തിക്കും ലിമിറ്റ് കടന്നുള്ള ഒരു കമൻറ്റും അറ്റാക്കിങ് ഒക്കെ ഉണ്ടാകാൻ നേരത്ത് വിഷമാവുമല്ലോ. ആ ഒരു വിഷമം ഡെഫിനറ്റ്ലി എനിക്കുണ്ട്. ഓക്കെ, ലൈഫിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനത്തെ? പലരും പറഞ്ഞ് കേൾക്കാറുള്ളതാണ് ഈ ഞാൻ ഇങ്ങനെയാണെന്നുള്ളത് പുറത്ത് പറയുമ്പം എനിക്ക് ചൂഷണങ്ങൾ നേരിടേണ്ട വന്നിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമുക്കിങ്ങനെ എൻക്വയറീസ് വരും. ഇപ്പം ഞാൻ ഓഡീഷൻസിനും PR വർക്കിനൊക്കെ അയക്കാറുണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ കോണ്ടാക്റ്റ് അവർക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റും ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഈ ഫേക്ക് ആയിട്ടുള്ള സിനിമയിലാണെന്ന് പറഞ്ഞാൽ, അവർ സിനിമാ പ്രവർത്തകരൊന്നും ആയിരിക്കത്തില്ല, സിനിമയിലാണ് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ കോൾ ചെയ്യും. അപ്പോൾ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്കൊരു പോയിന്റ് ഓഫ് ഡൗട്ട് ഒരു സമയത്ത് ഉണ്ടാവും. അപ്പോൾ
അങ്ങനെ എനിക്ക് ഭയങ്കര ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്ത് കട്ട് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കോളുകൾ വരുമ്പോൾ എനിക്ക് ഭയങ്കര അരോചകമായി ഫീൽ ആകാറുണ്ട്. അപ്പം ശ്രുതി ആദ്യം മോഡലിംഗ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിർത്തി ഇപ്പോൾ ഫുള്ള് മൂവിയിൽ തന്നെ ഫോക്കസ് ചെയ്യുകയാണ് ഇപ്പോൾ. നിർത്തി എന്നുള്ളതല്ല, ഞാൻ ആസ് എ മോഡൽ എനിക്ക് എല്ലാം ഓൾമോസ്റ്റ് ഞാൻ എല്ലാ ഏരിയയും കവർ ചെയ്തു. റാം ഷോസ് ചെയ്തു, ഞാൻ ആഡ്സ് ചെയ്തു, അഡിഡാസിൻ്റെ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ബ്രാൻഡുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഐ ഫീൽ ദാറ്റ് ഐ ആം സക്സസ്ഫുൾ ആസ് എ മോഡൽ. പക്ഷേ ഞാൻ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഫിലിമിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു ഡ്രീം എനിക്കിപ്പോഴാണ് 2025 സഫലീകരിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഇനിയിപ്പോൾ മൂവിയുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. അത് എത്രത്തോളം അത് സക്സസ്ഫുൾ ആകും എന്നുള്ളത് അറിയത്തില്ല. കാരണം മൂവി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലക്ക് ഫാക്ടർ എപ്പോഴും അവിടെ ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു നല്ലൊരു റോളിൽ കാസ്റ്റ് ചെയ്യപ്പെടുക, അത് ഹിറ്റാവുക എന്നുള്ളത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ബിഗ് തിങ്. ഓക്കെ, ഇപ്പം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു ഭാവനയുടെ കട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തു, അതാണ് ചോദിച്ചത്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്. പണ്ടേ പറയും ഭാവന ചേച്ചി, അയ്യോ ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇതായിരിക്കും പൊങ്കാലയായിരിക്കും. ഭാവന ചേച്ചിയുടെ കട്ടുണ്ടെന്ന് പറയാറുണ്ട്. ഇപ്പം എൻ്റെ ക്രൗണിങ് സെറമണി ചേച്ചിയാണ് ചെയ്തത്. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ കാണുമ്പോൾ എല്ലാവരും ഭാവനയുടെ കട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം ശ്രുതിയുടെ വിശേഷങ്ങളൊക്കെ ഇതാണ്. നെഗറ്റീവ് കമൻസ് ഒക്കെ പറയുന്നവരോട് എന്തെങ്കിലും പേഴ്സണലി പറയാനുണ്ടോ? നെഗറ്റീവ് കമൻറ്റ് പറയുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇവിടെയുള്ള ഈ യാഥാസ്ഥിതികത മാറാൻ പോകുന്നില്ല, റിയാലിറ്റി മാറാൻ പോകുന്നില്ല. നമ്മളിങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ പരിപാടി സൈഡിൽ കൂടി പോവുക, നമ്മൾ ആ സക്സസ്സിലേക്ക് എത്താനായിട്ടുള്ള പരിപാടികളെല്ലാം ചെയ്യും എന്നുള്ളത് തന്നെയാണ്. കൂടുതലൊന്നും പറയാനില്ല. അവർക്ക് ആ ഒരു മാനസികമായിട്ട് അത് നിർത്താൻ തോന്നുന്ന സമയത്ത് അവർ നിർത്തുക, അല്ലാതെ കൂടുതലൊന്നും പറയാനില്ല. നമുക്ക് പോയിട്ട് അവരിങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്ന പോലെ നമുക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി പറ്റത്തുമില്ല, നമുക്കതിനുള്ള സമയവും ഇല്ല. ഓക്കെ, എന്തായാലും ലൈഫിൽ നല്ല രീതിയിൽ സക്സസ് ആവട്ടെ. എന്തായാലും നമ്മുടെ സൊസൈറ്റിയെ മാറ്റാൻ നമുക്ക് പറ്റില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്.